ട്രഷർ ഇൻ ഐലൻഡ് ഭാഗം 2. പ്രഭു ഹിസ്പാനിയോള എന്ന കപ്പൽ വാടകയ്ക്കെടുത്തു. ഡോക്ടർ ലിവ്സി പകരം ഡോക്ടറെ കണ്ടെത്തി തൻ്റെ രോഗികളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് മജിസ്ട്രേറ്റിൻ്റെ മറ്റു ചുമതലകളും കൂടി നൽകി. എന്നിട്ട് അദ്ദേഹവും കപ്പൽ യാത്രയ്ക്ക് തയ്യാറായി. സത്രത്തിലെ ജോലികൾക്ക് മറ്റൊരു പയ്യനെ കണ്ടെത്താനും അമ്മയോട് യാത്ര പറയാനുമായി ഞാൻ സത്രത്തിലേക്ക് മടങ്ങിയിട്ട് എല്ലാം ഏർപ്പാടാക്കിയ ശേഷം ബ്രിസ്റ്റോളിൽ അവരോടൊപ്പം ചേരാൻ ഞാനും പുറപ്പെട്ടു. റെഡ് റൂത്ത് എന്ന വിശ്വസ്ത ഭൃത്യനെ കൂടി പ്രഭു എൻ്റെ കൂടെ അയച്ചു. കപ്പലിലെ ഡെക്കിൽ നിൽക്കുമ്പോൾ ഞാൻ ലോങ് സിൽവർ ജോൺ എന്ന പാചകക്കാരനെ കണ്ടു. അയാൾക്ക് ഒരു കാലേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ കണ്ട് ഞാൻ ആകെ അസ്വസ്ഥനായി. ഒറ്റക്കാലുള്ള നാവികനെ സൂക്ഷിച്ചോ? ക്യാപ്റ്റൻ എനിക്ക് പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അയാളെയാണ് ഏറ്റവും ഭയക്കേണ്ടത്. ഒറ്റക്കാലനെ പറ്റി പറയുമ്പോഴുള്ള ക്യാപ്റ്റൻ്റെ ആകുലത നിറഞ്ഞ മുഖം ക്യാപ്റ്റൻ്റെ മരണശേഷവും എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു. കപ്പലിൻ്റെ കപ്പിത്താന് കപ്പൽ ജോലിക്കാരെ തീരെ പിടിച്ചില്ല. അദ്ദേഹത്തിന് അവരിൽ ഒട്ടും വിശ്വാസം തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ആ സാഹസിക യാത്ര ഇഷ്ടപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നിധി തേടിയാണ് ഈ യാത്രയെന്ന് അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞിരുന്നില്ലല്ലോ. കപ്പൽ ജോലിക്കാർക്ക് സമുദ്രയാത്രയുടെ ഉദ്ദേശം അറിയാമായിരുന്നു എന്നത് സംശയത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു. തന്നെയുമല്ല, അവർക്ക് നിധിയുള്ള ദ്വീപിൻ്റെ സ്ഥാനമെല്ലാം കൃത്യമായി അറിയുകയും ചെയ്യാം. സമുദ്രയാത്രയുടെ ഉദ്ദേശം എന്തെന്ന് ഏറ്റവും അവസാനം മാത്രമേ ഒരാൾ അറിയുന്നുള്ളൂ എന്നുള്ളത് തീർച്ചയായും അയാളുടെ മനസ്സിടിച്ചു കളയും. തന്നെയുമല്ല, ഞാനാണ് കപ്പലിലെ ക്യാപ്റ്റൻ. അതിനാൽ ഞാനാണ് എല്ലാം ആദ്യം അറിയേണ്ടതും. അത് ഏത് അടിയന്തര ഘട്ടത്തെയും നേരിടാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കേണ്ടതിനാണ്. അതെ, വഞ്ചിക്കപ്പെടാനുള്ള ആ അവസരം ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നത്. കപ്പൽ ജോലിക്കാർ വെടിമരുന്നും പടക്കോപ്പും തോക്കുമൊക്കെ ഫോർ ഹോൾഡിലാണ് സംഭരിച്ചിരിക്കുന്നത്. ക്യാബിൻ്റെ അടിയിൽ വിശാലമായ സ്ഥലമുണ്ടായിട്ടും നമ്മളെല്ലാവരും ഫോർ ഹോൾഡിൽ ആയിരിക്കും എന്നവർക്കറിയാം. വെടിമരുന്നും ആയുധവുമൊക്കെ ക്യാബിൻ്റെ അടിയിലേക്ക് മാറ്റുകയും ജോലിക്കാരെ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്താൽ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി കപ്പൽ ഓടിക്കുമോ? ഡോക്ടർ ലിവ്സി ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ ക്യാപ്റ്റൻ സ്ഥാനം നിരസിക്കാൻ ഞാൻ മറ്റൊരു കാരണവും കാണുന്നില്ല സാർ, ക്യാപ്റ്റൻ പറഞ്ഞു. ഇതിനിടയിൽ ക്യാപ്റ്റൻ്റെ പെരുമാറ്റം പ്രഭുവിനെ അതൃപ്തനാക്കി. എങ്കിലും പടക്കോപ്പുകളും വെടിയുണ്ടയും വെടിമരുന്നും ഒക്കെ ക്യാപ്റ്റൻ്റെ ഇഷ്ടാനുസരണം സുരക്ഷിതമായി വയ്ക്കാൻ തീരുമാനിച്ചു. പകൽ മുഴുവനും പിറ്റേന്ന് രാത്രിയും ആ ജോലി തകൃതിയായി നടന്നു. കടൽ യാത്ര സംഭവ ബഹുലമായിരുന്നു. മൂന്നാമത്തെ ദിവസം മിസ്റ്റർ ആരോ അപ്രത്യക്ഷനായി. ക്യാപ്റ്റൻ്റെ തൊട്ടടുത്ത പദവിയിലുള്ള അയാൾ എപ്പോഴും കുടിച്ച് മത്തനായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. അപ്പോഴും പ്രഭു ക്യാപ്റ്റനോട് കടുത്ത വിദ്വേഷത്തിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തോട് ഒന്നും തന്നെ സംസാരിച്ചതുമില്ല. എന്നാൽ ലോങ് ജോൺ സിൽവറിനെ അടുത്ത് കണ്ടതോടെ എൻ്റെ സംശയം ഒക്കെ അപ്രത്യക്ഷമായി. രസികനും കരുണയുള്ളവനുമാണ് അയാളെന്ന് ഞാൻ കണ്ടെത്തി. കപ്പലിൻ്റെ അടുക്കളയിൽ വരെ കയറാൻ അയാൾ എന്നെ അനുവദിച്ചു. അത്താഴം പാചകം ചെയ്യുമ്പോൾ അയാൾ രസികൻ കഥകൾ പറഞ്ഞ് എന്നെ രസിപ്പിച്ചു. അങ്ങനെ ക്രമേണ എനിക്ക് അയാളോട് ഇഷ്ടം തോന്നിത്തുടങ്ങി. സിൽവർ ഒരു തത്തയെ വളർത്തിയിരുന്നു. സിൽവർ അതിനോട് എപ്പോൾ സംസാരിച്ചാലും തത്ത ഈ വാക്കുകൾ മാത്രം വിളിച്ചു കൂവി: 8 ഭാഗങ്ങൾ 8 ഭാഗങ്ങൾ. പ്രഭു കപ്പൽ ജോലിക്കാരോട് വളരെ മഹാമനസ്കത കാട്ടി. അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു. കപ്പലിൻ്റെ അണിയത്തട്ടിൽ വലിയൊരു വീപ്പ നിറയെ ആപ്പിൾ സൂക്ഷിച്ചിരുന്നു. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ആപ്പിൾ വേണമെന്ന് തോന്നിയാൽ വീപ്പയിൽ നിന്നെടുക്കാം. ഒരു സായാഹ്നത്തിൽ ഒരാപ്പിൾ തിന്നണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ആപ്പിൾ വെച്ചിരുന്ന വീപ്പയ്ക്കരികിലേക്ക് ചെന്നു. വീപ്പയുടെ അടിയിൽ കുറച്ച് ആപ്പിൾ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. എനിക്കത് എത്തിച്ചെടുക്കാൻ കഴിഞ്ഞുമില്ല. ആ വീപ്പയുടെ വശത്തേക്ക് കയറിയ ഞാൻ വീപ്പയ്ക്കുള്ളിലേക്ക് വീണുപോയി. വീണത് വിദ്യയാക്കിയ ഞാൻ അവിടെ നിന്ന് ഒരാപ്പിൾ എടുത്ത് തിന്നാൻ തുടങ്ങി. ആ സമയത്ത് ലോങ് ജോൺ സിൽവർ മറ്റു ചില നാവികരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സിൽവറിൻ്റെ വാക്കുകൾ എന്നെ സംഭ്രമിപ്പിച്ചു. ഫ്ലിൻറ്റിൻ്റെ കപ്പലിലെ ക്വാർട്ടർ മാസ്റ്റർ ആയിരുന്നു ഞാൻ, അയാളുടെ വിശ്വസ്ത സഹായി. ഫ്ലിൻറ്റ് എന്നെ മാനിച്ചിരുന്നു. എനിക്കന്ന് 2 കാലുകൾ ഉണ്ടായിരുന്നു. സിൽവർ ആരോടോ പറയുന്നു. കളി പറയുകയല്ലോ അല്ലേ? മറ്റൊരു ശബ്ദം ചോദിക്കുന്നു. ആ ശബ്ദം എനിക്ക് മനസ്സിലായി. ഡ്രിക് ജോൺസൺ എന്ന കപ്പൽ ജോലിക്കാരനായിരുന്നു അത്. സിൽവർ കളി പറയാറില്ല, പറയുമ്പോൾ സത്യമേ പറയൂ. പിന്നെ കാല് നഷ്ടപ്പെട്ട കഥ, അങ്ങനെ കടൽ യാത്രയ്ക്ക് വന്നതുൾപ്പെടെ പലതും ആ സംസാരത്തിലൂടെ പുറത്തു വന്നു.
അയാൾ ചില കപ്പൽ ജോലിക്കാരെ പാട്ടിലാക്കുകയായിരുന്നു. നിധി തട്ടിയെടുത്ത് പണക്കാരാകുന്നതിനെപ്പറ്റി പറഞ്ഞ് അവരെ കൊതിപ്പിക്കുന്നുമുണ്ട്. ഈ സാഹസിക യാത്രയ്ക്ക് ശേഷം കീശ നിറയെ സ്വർണവും വെള്ളിയുമായി പ്രഭുവിനെ പോലെ നമുക്ക് മടങ്ങാം. നിധി കണ്ടുപിടിച്ചാൽ പിന്നെ അവർ നക്കാപ്പിച്ച് തന്ന് നമ്മെ തഴയും. നമുക്ക് ആ നിധി നമ്മുടേതാക്കിയാലോ? അയാൾ അവരെ മോഹിപ്പിക്കുന്നത് ഞാൻ കേട്ടു. സിൽവറുടെ കുതന്ത്രത്തെപ്പറ്റി എനിക്ക് ബോധ്യമായി. ശരി തന്നെ, എൻ്റെ സംശയം ശരിയാണ്. ലോങ് ജോൺസ് ഒരു കടൽ കൊള്ളക്കാരൻ തന്നെ ഞാൻ ഉറപ്പിച്ചു. ഉടൻ തന്നെ പ്രഭുവിനെ ഇതറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് തന്നെ ലോങ് ജോൺ അയാളുടെ ആളുകളുമായി സ്ഥലം വിട്ടു. ഞാൻ സമയം കളയാതെ പ്രഭുവിൻ്റെ അരികിലേക്ക് ഓടി. ലോങ് ജോണിൻ്റെ കുതന്ത്രത്തെപ്പറ്റി കേട്ടതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കുറേ നേരം ചിന്തിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, നാം ദ്രുതഗതിയിലൊന്നും പ്രവർത്തിക്കരുത്. തക്ക സമയം വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം. ക്യാപ്റ്റനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, പ്രഭു ആത്മാർത്ഥമായി പറഞ്ഞു. ഇക്കാലം അത്രയും നിങ്ങളെ വെറുതെ ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത്. ഞാൻ ഏറ്റവും വിശ്വസിച്ചത് സിൽവറെയാണ്. ഛേ, എന്തൊരു നാണക്കേട്. കഴിഞ്ഞതൊക്കെ മറക്കൂ, ക്യാപ്റ്റൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. ലോങ് ജോണിന് സംശയത്തിന് ഇട കൊടുക്കുന്നതൊന്നും ചെയ്യരുതെന്ന് അവിടെ കൂടിയ എല്ലാവരെയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കപ്പലിൽ ഉള്ള 26 പേരിൽ പ്രഭുവിൻ്റെ സേവകരായ റെഡ് റൂത്ത്, ജോയ്സ്, ഹണ്ടർ എന്നിവർ മാത്രമേ വിശ്വസിക്കാവുന്നവരായിട്ടുള്ളൂ. അദ്ദേഹം തുടർന്നു. പിന്നെ ജിം ഉൾപ്പെടെ നമ്മൾ 4 പേർ. 19 പേർക്ക് എതിരെ 7. എന്തു ചെയ്യും? പിറ്റേന്ന് നിധി ദ്വീപ് ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ ദ്വീപിന് ചുറ്റുമുള്ള കടൽ നന്നായി അറിയുന്ന ലോങ് ജോൺ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കപ്പലടുപ്പിക്കാൻ നിർദ്ദേശിച്ചു. ബോട്ട് വെള്ളത്തിലിറക്കാൻ ആജ്ഞ നൽകിയപ്പോൾ കപ്പൽ ജീവനക്കാരുടെ മുറുമുറുക്കുന്ന രീതിയിൽ നിന്ന് അവർ ഏതവസരത്തിലും ക്യാപ്റ്റൻ്റെ ആജ്ഞകൾ ലംഘിക്കും എന്ന കാര്യം കൂടുതൽ വ്യക്തമാകാൻ തുടങ്ങി. സിൽവർ മാത്രം ക്യാപ്റ്റൻ്റെ ആജ്ഞ ഉടൻ തന്നെ അനുസരിക്കുന്നതായി ഭാവിച്ചു. എന്നിട്ട് അയാൾ ഓരോ നാവികൻ്റെയും അടുക്കൽ ചെന്ന് രഹസ്യമായി സംസാരിച്ചു. ഇതെല്ലാം നിരീക്ഷിച്ച ക്യാപ്റ്റൻ എന്നെയും ഡോക്ടർ ലിവ്സിനെയും പ്രഭുവിനെയും ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. നാവികർ ഏതു സമയത്തും ഇടയും. സിൽവർ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സാന്നിധ്യത്തിൽ അയാൾക്കൊന്നും തുറന്നു പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ തീരത്തേക്ക് വിടുകയാണ് ഏറ്റവും നല്ലത്. അയാൾ അവരെ ബോധ്യപ്പെടുത്തട്ടെ. ഈ ലഹള എത്രത്തോളം താമസിപ്പിക്കാമോ അത്രത്തോളം നിലനിൽപ്പിനെപ്പറ്റി ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടും. നാവികർക്ക് ദ്വീപിൽ കറങ്ങാൻ കപ്പലിൻ്റെ പ്രഭു സമയം അനുവദിച്ചിരിക്കുന്നുവെന്ന് ക്യാപ്റ്റൻ അവരോട് അറിയിച്ചു. അവരുടെ ബോട്ട് നീങ്ങിത്തുടങ്ങിയപ്പോൾ ഞാനും ബോട്ടിലേക്ക് ചാടിക്കയറി. കരയ്ക്കടുത്തപ്പോൾ ആരെങ്കിലും എന്നെ തടയുന്നതിന് മുമ്പേ ഞാൻ കാട്ടിലേക്ക് ഓടിപ്പോയി. ജിം, നിൽക്ക്! സിൽവർ വിളിച്ചു. അത് കേൾക്കാത്ത മട്ടിൽ ഞാൻ ഓടി. കാട്ടിലൂടെ ഒരുപാട് സമയം ലക്ഷ്യമില്ലാതെ ഞാൻ ചുറ്റിക്കറങ്ങി. ഒടുവിൽ നിബിഡമായ വനത്തിൽ ഞാൻ അകപ്പെട്ടു. കപ്പലിൻ്റെ സുരക്ഷിതത്വം വിട്ട് ദ്വീപിൽ ചുറ്റിക്കറങ്ങിയതിനാൽ ഞാൻ വല്ലാതെ ദുഃഖിച്ചു. വലിയ ഒരു മരത്തിനടുത്തെത്തിയപ്പോൾ അടുത്തെവിടെയോ ഒരു മനുഷ്യ ശബ്ദം ഞാൻ കേട്ടു. അതിൽ ഒന്ന് സിൽവറിൻ്റേതായിരുന്നു, മറ്റേത് ടോമിൻ്റെയും. തൻ്റെ പദ്ധതി അയാൾ മറ്റേയാൾക്ക് വിവരിച്ചു കൊടുക്കുകയായിരുന്നു. ടോം, നീ ഞാൻ പറയുന്നത് കേൾക്ക്. എല്ലാം നാം ആസൂത്രണം ചെയ്തതുപോലെ നടന്നു. ഇനി നീ എനിക്ക് വാക്ക് തന്നാൽ മാത്രം മതി. മറ്റുള്ളവരെല്ലാം രക്തദാഹികളാണ്. നീ എൻ്റെ ചങ്ങാതി ആയതിനാൽ നിന്നെ ഞങ്ങളുടെ വശത്താക്കാൻ ഒരവസരം കൂടി എനിക്ക് തരാൻ ഞാൻ അവരോട് പറഞ്ഞിരിക്കുകയാണ്. അവരോടൊപ്പം ചേർന്നില്ലെങ്കിൽ അവർ നിന്നെ കൊല്ലും. നിനക്ക് മറ്റൊന്നും തിരഞ്ഞെടുക്കാൻ കഴിയില്ല. സിൽവർ, നിങ്ങൾക്കെങ്ങനെ ഇതിന് കഴിയുന്നു? ടോം അത്ഭുതപ്പെട്ടു. അവിടെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അയാളുടെ പദ്ധതിക്കെതിരായവരെ മുഴുവൻ അയാൾ കത്തിക്കിരയാക്കി. എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണേ. എൻ്റെ പാവം അമ്മ, ഞാൻ തിരിച്ചു വരുന്നതും കാത്തിരിപ്പുണ്ട്. ഇത്തരം കഠിനമായ അവസ്ഥകൾ എങ്ങനെ നേരിടുമെന്ന് ചിന്തിക്കാൻ കഴിയാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി. എത്ര ദൂരം ഓടിക്കഴിഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിഞ്ഞില്ല. ദ്വീപിലുള്ള ഒരു പർവ്വതത്തിൻ്റെ ഏതാണ്ട് അടിവാരം വരെ ഞാൻ എത്തിച്ചേർന്നിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ കുറ്റിക്കാടുകളിൽ നിന്ന് നരച്ച താടിയുള്ള ഒരു വൃദ്ധൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിരുന്നു അയാളുടേത്. ഈ ദ്വീപിൽ ഒരു മനുഷ്യനെ കാണുക വളരെ വിചിത്രമായിരിക്കുന്നുവല്ലോ, ഞാൻ ചിന്തിച്ചു. ഈ ദ്വീപിൽ ആളുകൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ ഫ്ലിൻറ്റിൻ്റെ നിധി കണ്ടെടുക്കപ്പെടാതെ കിടപ്പുണ്ടാവുമോ? അതിനെപ്പറ്റി ഓർത്തപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി. എങ്കിലും ഞാൻ ആ അപരിചിതനെ സ്വാഗതം ചെയ്തു. താങ്കൾ ആരാണ്? ഞാൻ ചോദിച്ചു. 3 വർഷങ്ങൾക്ക് മുമ്പ് ദ്വീപിൽ അകപ്പെട്ടയാളാണ് താനെന്ന് അയാൾ എന്നോട് പറഞ്ഞു.
ബെൻഗൺ എന്നാണത്രേ അയാളുടെ പേര്. ഞാനും എന്നെ പരിചയപ്പെടുത്തി. കടൽ കൊള്ളക്കാരെ പറ്റി ഞാൻ അയാളോട് പറഞ്ഞു. ക്യാപ്റ്റൻ അഡ്മിറൽ ബെൻബോ സത്രത്തിലേക്ക് വന്നത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ വിവരിച്ചു. ബില്ലി ബോൺസ് എന്നാണോ അയാളുടെ പേര്? ബെൻ ചോദിച്ചു. അയാളായിരുന്നു കൂട്ടാളി. ലോങ് സിൽവർ ജോൺ ആകട്ടെ ക്വാർട്ടർ മാസ്റ്ററും. ക്യാപ്റ്റൻ ഫ്ലിൻറ്റിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഞങ്ങൾ എത്ര നല്ലൊരു നാവിക സംഘമായിരുന്നെന്നോ. ക്യാപ്റ്റൻ ഫ്ലിൻറ്റ്? നിങ്ങൾക്ക് എങ്ങനെ ക്യാപ്റ്റൻ ഫ്ലിൻറ്റിനെ അറിയാം? ഞാൻ ചോദിച്ചു. എൻ്റെ കുട്ടി, സമാധാനപ്പെടൂ. എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. കാരണം നീ സത്യം പറഞ്ഞു. നിനക്കറിയാവുന്നതെല്ലാം. ഞാനും അതുപോലെ നിന്നോട് വിശ്വസ്തത കാണിക്കും, ബെൻഗൺ പറഞ്ഞു. ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ബെൻ ചുറ്റും നോക്കി. തുടർന്നയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു തുടങ്ങി. ഫ്ലിൻറ്റിൻ്റെ കപ്പലിലെ ഒരു നാവികനായിരുന്നു ഞാൻ. അയാളുടെ നിധി ഒളിപ്പിക്കാൻ ഞങ്ങൾ ഈ ദ്വീപിൽ വന്നു. ഞങ്ങൾ കപ്പലിൽ കാത്തിരിക്കുമ്പോൾ ഫ്ലിൻറ്റ് നിധി ഒളിപ്പിക്കാനായി അയാളുടെ സഹായികളുമായി ഈ ദ്വീപിലേക്ക് പോയി. ഒരാഴ്ചയ്ക്ക് ശേഷം ഫ്ലിൻറ്റ് തനിയെയാണ് മടങ്ങിയത്. ആ 6 പേർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മറ്റൊരു കപ്പലിൽ ഈ ദ്വീപിനടുത്തുകൂടി കടന്നുപോയി. ക്യാപ്റ്റനോട് ഞാൻ നിധിയെപ്പറ്റി പറഞ്ഞു. ഞാൻ കള്ളം പറയുകയാണെന്നാണ് ക്യാപ്റ്റൻ കരുതിയത്. എങ്കിലും ഞങ്ങൾ ഫ്ലിൻറ്റിൻ്റെ നിധി തേടി ദ്വീപിലേക്ക് തന്നെ വന്നു. പക്ഷേ ഞങ്ങൾക്കത് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് 12-ാം ദിവസം ക്യാപ്റ്റനും മറ്റ് നാവികരും തീർച്ചയാക്കി. അതുകൊണ്ടവർ എനിക്കൊരു തോക്കും ഒരു പിക്കാസും ഒരു മൺവെട്ടിയും തന്നിട്ട് അവിടെ തന്നെ താമസിച്ച് നിധി കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. എന്നെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ അവരോട് കെഞ്ചി. പക്ഷേ അവർ എന്നെ കൊണ്ടുപോയില്ല. അവർ പോയതോടെ ഞാൻ ഈ ദ്വീപിൽ ഏകനായി കുടുങ്ങിപ്പോയി. എനിക്കിത്തിരി നല്ല ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല. 3 വർഷം ഒറ്റപ്പെട്ടവനായി ഈ ദ്വീപിൽ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല. ഞാൻ അയാളുടെ ചുമലിൽ കൈവച്ചു. ബെൻ നിറകണ്ണുകളോടെയാണ് എന്നെ നോക്കിയത്. ഗദ്ഗതം മൂലം വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞുകൊണ്ട് ബെൻ കൈകളാൽ മുഖം മറച്ചു. അയാൾ കരയുകയായിരുന്നു. എനിക്ക് അയാളോട് സഹതാപം തോന്നി. പക്ഷേ ഞാൻ ധനികനായി. ആർക്കും സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ. കണ്ണിൽ തിളക്കത്തോടെ അയാൾ തുടർന്നു. എന്നെ ആദ്യം കണ്ടെത്തിയത് നീ ആയതുകൊണ്ട് നിന്നെയും ഞാൻ ധനികനാക്കാം. ബെൻ എഴുന്നേറ്റ് നൃത്തം തുടങ്ങി. പാവത്തിന് സ്വബോധം നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ തുടങ്ങിയതുപോലെ അയാൾ അത് നിർത്തുകയും ചെയ്തു. പിന്നീട് അയാൾ എൻ്റെ നേരെ തിരിഞ്ഞു. എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് ഒരു സുരക്ഷിത യാത്ര ഒരുക്കാൻ താങ്കളുടെ പ്രഭുവിന് കഴിയുമോ? ബെന്നിനെ സഹായിക്കാമെന്ന് ഞാൻ ഏറ്റു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു വെടിയൊച്ച കേട്ടു. ഞങ്ങൾ ഒളിവിടം തേടി കോട്ടയിലേക്ക് ഓടി. അവിടെ ഞങ്ങൾ എൻ്റെ ചങ്ങാതികളെ കണ്ടു. വാ, എന്തു സംഭവിച്ചെന്ന് നമുക്ക് നോക്കാം, ഞാൻ പറഞ്ഞു. നീ മുമ്പോട്ട് പോ, ബെൻ പറഞ്ഞു. ഞാനിപ്പോൾ വരുന്നില്ല. നിനക്കെന്നെ വീണ്ടും കാണണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് തന്നെ വരിക. മറ്റൊരു വാക്ക് ഞാൻ പറയും മുമ്പേ ബെൻഗൺ മരങ്ങൾക്കിടയിൽ മറഞ്ഞു. ഞാൻ അവിടെ കണ്ട ഒരു മരവീട്ടിലേക്ക് പ്രവേശിച്ചു. എൻ്റെ കൂട്ടുകാരെല്ലാം സുരക്ഷിതരായിരുന്നു. ദ്വീപിൽ കാലുകുത്തിയതിൽ പിന്നെ കണ്ടതും കേട്ടതുമെല്ലാം ഞാൻ അവരോട് വിവരിച്ചു. ബെൻഗൺ എന്ന് പറഞ്ഞപ്പോൾ പ്രഭു തീക്ഷ്ണമായി എന്നെ നോക്കി. താൻ എങ്ങനെ പണക്കാരനായെന്ന് ബെൻഗൺ പറഞ്ഞത് ഞാൻ വിവരിക്കവേ കൗതുകം മൂലം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തിളങ്ങി. ഞാൻ പറഞ്ഞു തീർക്കും വരെ അദ്ദേഹം ഒരു വാക്ക് പോലും ഉരയാടിയില്ല. നമുക്ക് ബെൻഗണിനെ കാണാൻ കഴിയുമോ? ഞാൻ നിർത്തിയ ഉടനെ അദ്ദേഹം ചോദിച്ചു. ഉവ്വ് സാർ, ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ സ്ഥലത്ത് ചെന്നാൽ അയാളെ കാണാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. നന്നായി. പ്രഭു ഉദ്വേഗത്തോടെ കൈകൾ കൂട്ടിത്തിരുമ്മി. ഈ മരവീട്ടിൽ നിങ്ങൾ എങ്ങനെ വന്നുവെന്ന് എന്നോട് പറയൂ, ഞാൻ ഡോക്ടർ ലിവ്സിയോട് അപേക്ഷിച്ചു. ഡോക്ടർ തൊണ്ട ശരിയാക്കിയിട്ട് സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു പറയാൻ തുടങ്ങി. നീ പോയി കഴിഞ്ഞ ഉടനെ പ്രഭുവും ഞാനും ക്യാപ്റ്റനും കൂടെ യോഗം ചേർന്നു. ആരെങ്കിലും ദ്വീപിൽ പോയി കൊള്ളക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന് തീരുമാനമായി. അതിനായി ഞാനും ഹണ്ടറും ദ്വീപിലെത്തി. ആ അന്വേഷണത്തിനിടയിലാണ് ഈ മരവീട് കണ്ടെത്തിയത്. തുടർന്ന് കപ്പലിലേക്ക് മടങ്ങി. പിന്നെ പദ്ധതികളൊക്കെ തിടുക്കത്തിൽ മാറ്റി. മരുന്നും ആഹാരവും തോക്കും പടക്കോപ്പുകളും ആ ചെറിയ കോട്ടയ്ക്കകത്ത് അത്യാവശ്യമെന്ന് തോന്നിയതൊക്കെ ഞങ്ങൾ വഞ്ചിയിൽ കരുതി. ബാക്കിയുള്ള വെടിക്കോപ്പുകളും തോക്കുകളുമൊക്കെ കടലിൽ താഴ്ത്തി. ഇതിനിടയിൽ കപ്പലിലുണ്ടായിരുന്ന കൊള്ളക്കാർ ഞങ്ങളുടെ തിടുക്കപ്പെട്ടുള്ള യാത്ര കണ്ടു. അവരും പുറകെ പാഞ്ഞു. അതുകൊണ്ട് കരുതിയതൊക്കെ ഞങ്ങൾക്ക് കളയേണ്ടി വന്നു. അവർ കപ്പൽ തട്ടിയെടുത്തു ജിം. അവർ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ചെറിയ കോട്ട മാത്രമേ ഉള്ളൂ. അവർ നമ്മെ ഏതു സമയത്തും കണ്ടുപിടിക്കും.
ഡോക്ടർ ലിഫ്സി പറഞ്ഞു. എന്നാലും അത്ര എളുപ്പമൊന്നും പിടികൂടാൻ കഴിയില്ല. ആ രാത്രിയിൽ ഊടം വെച്ച് ഞങ്ങൾ കാവലിരുന്നു. രാത്രി ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അടുത്ത പ്രഭാതത്തിൽ പ്രാതൽ കഴിച്ച് തീർന്നപ്പോൾ 2 ആളുകൾ വന്നു. ഒന്ന് സിൽവർ ജോൺ ആയിരുന്നു. ഒരു വെള്ളക്കൊടി സിൽവർ ജോണിൻ്റെ അനുയായി പിടിച്ചിരുന്നു. അവർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായാണ് വന്നത്. ക്യാപ്റ്റൻ അവരെ കാണാനായി മരവീടിൻ്റെ പുറത്തേക്ക് ചെന്നു. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ ക്യാമ്പിൽ അതിക്രമിച്ചു കയറി എൻ്റെ ഒരു ചങ്ങാതിയെ കൊന്നു. അതിനി ഉണ്ടാകരുത്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഞാൻ വാക്ക് തരുന്നു. ക്യാപ്റ്റൻ നിശബ്ദനായി. ആരാണ് അവരെ ആക്രമിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും ക്യാപ്റ്റന് ഒരെത്തും പിടിയും കിട്ടിയില്ല. പക്ഷേ സിൽവറിൻ്റെ വാക്കുകൾ കേട്ട എനിക്ക് തീർച്ചയായി ബെൻഗൺ സിൽവറുടെ ക്യാമ്പ് സന്ദർശിച്ചിട്ടുണ്ടെന്ന്. ഇതൊന്നും അറിയാൻ വയ്യാത്ത ക്യാപ്റ്റൻ ഒന്നും മിണ്ടാതെ സിൽവറുടെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി. നിങ്ങളുടെ കയ്യിൽ ഒരു ഭൂപടം ഉണ്ടെന്ന് കേട്ടു. അതെനിക്ക് തന്നാൽ നിങ്ങളുടെ ജീവൻ തിരിച്ചു നൽകാം. ക്യാപ്റ്റനെ അത് ദേഷ്യം പിടിപ്പിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളുടെ അരികിലേക്ക് പോകാം. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യുക, ക്യാപ്റ്റൻ പറഞ്ഞു. ചർച്ച കഴിഞ്ഞു. മുന്നറിയിപ്പോ ഭീഷണിയോ ഇല്ലാതെയാണ് സിൽവർ പോയതെങ്കിലും കടൽ കൊള്ളക്കാർ എൻ്റെ കൂട്ടുകാരെ ആക്രമിച്ചു. മരവീടിന് നേരെ 4 വശത്തു നിന്നും വെടി ഉതിർന്നു. മരവീട്ടിലുണ്ടായിരുന്നവർ അതിനെ നേരിടാൻ തയ്യാറായി. മരവീടിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെടിവെപ്പ് കൊള്ളക്കാർക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചു. 5 ചങ്ങാതികളെ അവർക്ക് നഷ്ടമായി. തങ്ങളുടെ വശത്ത് അപകടവും മരണവും ഉണ്ടായതുമൂലം അവർ പിൻവാങ്ങുകയും ചെയ്തു. പ്രഭുവിൻ്റെ വിശ്വസ്ത ഭൃത്യർ തങ്ങളുടെ യജമാനു വേണ്ടി ധീരതയോടെ പോരാടി. എങ്കിലും വീണുപോയി. ക്യാപ്റ്റനും മുറിവേറ്റു. അതോടെ ഞാൻ അസ്വസ്ഥനായി. പെട്ടെന്ന് തന്നെ ഞാൻ പോക്കറ്റുകളിൽ കുറെ ബിസ്ക്കറ്റും തിരുകി. മറ്റുള്ളവർ തിരക്കിട്ട് ജോലി ചെയ്യുമ്പോൾ ആരും കാണാതെ തോക്കുമെടുത്ത് പതുക്കെ അവിടെ നിന്ന് മുങ്ങി. എന്നിട്ട് ഒരു തടിവഞ്ചിയിൽ കപ്പലിന് നേരെ തുഴഞ്ഞു. കപ്പലിൽ 2 കൊള്ളക്കാരാണ് ഉണ്ടായിരുന്നത്. അവർ വളരെ ഗൗരവമായി എന്തോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശബ്ദം നന്നേ ഉയർന്നു കേട്ടു. അവർ മദ്യലഹരിയിലായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീടവർ അന്യോന്യം ചാടി വീണ് പോരാടി. 2 കൊള്ളക്കാരും ഉറങ്ങിക്കഴിയുമ്പോൾ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന് തീരുമാനിച്ച ഞാൻ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പോരാട്ടത്തിനിടയിൽ ഒരാൾ മറ്റേയാളെ കൊന്നുവെന്ന് ഉണർന്നു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കി. ഇസ്രായേൽ ഹാൻസ് എന്ന കൊള്ളക്കാരൻ എന്നെ കൊല്ലാനായി കത്തി ഉയർത്തി. ഞാൻ തോക്കെടുക്കാൻ നിർബന്ധിതനായി. ഒരു ആർത്തനാദത്തോടെ അയാൾ കടലിൽ പതിച്ചു. അല്പനേരത്തെ പരിശ്രമത്തിനു ശേഷം ഞാൻ കപ്പലിൻ്റെ ഡെക്കിലേക്ക് കയറി. കപ്പൽ കടൽക്കൊള്ളക്കാരുടെ നിയന്ത്രണത്തിൽ അല്ലാതായി. അത് എൻ്റെയും സുഹൃത്തുക്കളുടെയും വമ്പിച്ച വിജയമായിരുന്നു. വേലിയേറ്റം മൂലം കപ്പൽ തീരത്തേക്ക് അടിഞ്ഞു കയറിയിരുന്നു. കപ്പൽ പായ താഴ്ത്തി കാറ്റ് കപ്പലിനെ തിരികെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുകയില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തി. എന്നിട്ട് കപ്പലിൻ്റെ വശത്തുകൂടെ അരയപ്പം വെള്ളത്തിലേക്ക് ചാടി തീരത്തെത്തി. ഊർജ്ജസ്വലതയോടെ മരവീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഞാൻ അവിടെ എത്തിയപ്പോൾ നേരം നന്നേ ഇരുട്ടി. ചന്ദ്രൻ മാനത്തുയർന്നു കഴിഞ്ഞിരുന്നു. രഹസ്യമായി ഞാൻ മരവീടിൻ്റെ വേലിക്കരികിലെത്തി. വാതിക്കലെത്തി ലോഗ് ഹൗസിൻ്റെ ഇരുളിലേക്ക് 2 ചുവടുകൾ വച്ചതേയുള്ളൂ. അപ്പോഴേക്കും ചെവി തുളയ്ക്കുന്ന ഒരാക്രോശം കേട്ടു. അത് കേൾക്കെ ഞാൻ കുതിച്ചു ചാടിപ്പോയി. 8 ഭാഗങ്ങൾ 8 ഭാഗങ്ങൾ. സിൽവറിൻ്റെ തത്തയായിരുന്നു അത്. സിൽവറും കൂട്ടരും. എൻ്റെ മനസ്സ് അലറി വിളിച്ചു. അവരെങ്ങനെ ഇവിടെ വന്നു? എൻ്റെ കൂട്ടുകാരെവിടെ? എല്ലാവരും മരിച്ചോ? കൊള്ളക്കാരുടെ കൈകളാൽ അവരെല്ലാം മരിച്ചുവോ? കൊള്ളക്കാരൊക്കെ തത്തയുടെ ശബ്ദം കേട്ടുണർന്നു. സിൽവറും അയാളുടെ 6 അനുയായികളും എന്നെ പിടികൂടി. ജിം, നീ എന്തിന് ഇവിടെ വന്നു? സിൽവർ ചോദിച്ചു. ഞങ്ങളോടൊപ്പം ചേരാൻ വന്നതാണോ? പറയൂ, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയൂ. എൻ്റെ കൂട്ടുകാർക്ക് എന്ത് സംഭവിച്ചു? ഞാൻ പതുക്കെ ചോദിച്ചു. ഇന്നലെ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. ഡോക്ടർ ലിഫ്സി മരവീടും അതിലെ സാധനങ്ങളും ഞങ്ങൾക്ക് തന്നു, സിൽവർ പറഞ്ഞു. പകരം അവർ ആഗ്രഹിക്കുന്നിടത്തേക്ക് സുരക്ഷിതമായ ഒരു യാത്രയാണ് ആവശ്യപ്പെട്ടത്. ഞാൻ നിന്നെപ്പറ്റി ചോദിച്ചു. നന്ദിയില്ലാത്ത തെമ്മാടിയെപ്പറ്റി താൻ ഒരിക്കലും ചിന്തിക്കുന്നതേ ഇല്ല എന്നാണ് ഡോക്ടർ ലിഫ്സി പറഞ്ഞത്. അയാൾക്ക് നിന്നെ കാണുകയേ വേണ്ടെന്ന്. എൻ്റെ കൂട്ടുകാർ ജീവനോടെ സുരക്ഷിതരായി ഇരിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. സിൽവറുടെ അനുയായികൾ മുറുമുറുക്കാൻ തുടങ്ങി. ആപ്പിൾ വീപ്പയിലിരുന്ന് അവരുടെ രഹസ്യം കേട്ട ഞാനാണ് ആ വിവരം ഡോക്ടറോടും മറ്റും പറഞ്ഞതെന്ന് കേട്ടതോടെ അവർ കൂടുതൽ ക്രൂദ്ധരായി. അവനെ കൊല്ലുക, അവരിൽ ഒരാൾ പറഞ്ഞു. അവനെ ശിക്ഷിക്കൂ, കൊല്ലൂ, മറ്റൊരാൾ പറഞ്ഞു.
മരണം തന്നെ ആ കൊച്ചു ചെകുത്താന്. മൂന്നാമൻ പറഞ്ഞു. സിൽവർ കൈ ഉയർത്തി അത് തടസ്സപ്പെടുത്തി. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തു പോകണം. ഞാൻ ജിമ്മിനോടൊന്ന് സംസാരിച്ചിട്ട് വിളിക്കാം. ഒളിഞ്ഞു നിന്ന് കേൾക്കാനൊന്നും ശ്രമിക്കരുത്. എല്ലാവരും പുറത്തേക്ക് പോയി. ജിം, നീ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ഞാൻ എന്തിന് നിന്നോട് കരുണ കാണിക്കണം? നിന്റെ ജീവൻ രക്ഷിക്കണം. എന്നോട് കരുണ കാണിക്കേണ്ട. മരിക്കാൻ എനിക്ക് പേടിയുമില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം, ഞാൻ പറഞ്ഞു. സിൽവർ തൻ്റെ അനുയായികളെ വിളിച്ചിട്ട് പറഞ്ഞു, ജിം നമ്മുടെ തുറപ്പുചീട്ടായിരിക്കും. അവൻ്റെ കൂട്ടുകാരുടെ കൈകളിലെങ്ങാനും നാം പെട്ടുപോയാൽ ജിമ്മിൻ്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി നമുക്കെപ്പോഴും അവരെ ജയിക്കാം. ഈ സമയത്ത് രണ്ടുപേർ സമ്മതപൂർവ്വം തലയാട്ടി. സിൽവർ അവർക്ക് വേണ്ടി മറ്റൊരു അത്ഭുതം കാത്തുവച്ചിരുന്നു. അയാൾ നിധിയുടെ ഭൂപടം അവരെ കാണിച്ചു. നിധി കൈക്കലായെന്ന് കരുതി അവരെല്ലാം ആനന്ദ നൃത്തം ചവിട്ടി. തുടർന്നവർ ഉറങ്ങിപ്പോയി. ഞാൻ നിരാശനായി നിന്നുപോയി. സിൽവർ എൻ്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചു. എന്നിട്ടെൻ്റെ പുറത്ത് തഴുകി. ഞാനത് നിന്നോട് പറയാൻ മറന്നു. അവർ കോട്ടയിൽ നിന്ന് പോകും മുമ്പ് ഡോക്ടർ എനിക്കിത് തന്നു. എന്തിന്? വിശ്വസിക്കാനാവാതെ ഞാൻ ചോദിച്ചു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല, സിൽവർ പറഞ്ഞു. അതിരാവിലെ ഇരുകൂട്ടത്തിലുമുള്ള മുറിവേറ്റവരെയും രോഗികളെയും ശുശ്രൂഷിക്കാനായി ഡോക്ടർ ലിഫ്സി വന്നു. ഡോക്ടർ എന്നെ അഭിവാദനം ചെയ്തു. എന്നോട് ഒരു വാക്ക് സംസാരിക്കാൻ സിൽവറിനോട് അദ്ദേഹം അനുവാദം ചോദിച്ചു. സിൽവർ ഒഴികെ ബാക്കി എല്ലാവരും അതിനെ എതിർത്തു. അതുകൊണ്ട് താഴ്ന്ന ഒച്ചയിൽ ഞാനും ഡോക്ടറും സംസാരിച്ചു. ഞാൻ എൻ്റെ സാഹസിക യാത്രയെപ്പറ്റി ഡോക്ടർ ലിഫ്സിനോട് വിവരിച്ചു. ഞാൻ ഒരു അത്ഭുത ബാലനാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് എനിക്ക് അനുവദിക്കാനാവില്ല. എൻ്റെ ആളുകൾക്ക് സംശയമുണ്ടാവും. ഞാൻ അവരെ വഞ്ചിക്കുകയാണെന്ന് അവർ കരുതും. പക്ഷേ ഡോക്ടർ ലിഫ്സി, ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾക്കും ജിമ്മിനും വേണ്ടിയാണ് എന്നോർക്കണം. നമ്മൾ ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തുകയും എനിക്ക് വിചാരണ നേരിടേണ്ടി വരികയും ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കുമെന്നും കോടതിയിൽ എനിക്ക് വേണ്ടി ദയയോടെ സംസാരിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു. സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യാൻ എനിക്ക് കഴിയില്ല. പക്ഷേ നീതി നടപ്പാക്കുന്നതിനു വേണ്ടി എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. സിൽവറിന് കൈ കൊടുത്തുകൊണ്ട് ഡോക്ടർ ശാന്തമായി പറഞ്ഞു. പിന്നീട് തിരിഞ്ഞ് എൻ്റെ പുറത്ത് തലയോടിയതിനു ശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തു, സിൽവർ, ഈ കുട്ടിയെ ശ്രദ്ധാപൂർവം പരിരക്ഷിക്കുക. ഒരു ദ്രോഹവും ഇവന് സംഭവിക്കരുത്. ഞാനത് ശ്രദ്ധിച്ചോളാം സാർ, സിൽവർ സസ്നേഹം പറഞ്ഞു. എൻ്റെ പ്രാണൻ കൊടുത്തും ഞാൻ അവനെ കാക്കും. ഞാനും സിൽവറും കോട്ടയിലേക്ക് മടങ്ങി. കടൽ കൊള്ളക്കാരുടെ കാര്യത്തിൽ ഞാൻ വളരെ ജാഗ്രത പുലർത്തി. അവർ എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷേ അവരുടെ നിഷ്ഠൂരമായ ഒളിഞ്ഞുനോട്ടം പറയാതെ തന്നെ എല്ലാം പറയുന്നുണ്ടായിരുന്നു. പ്രാതൽ കഴിഞ്ഞ് ഞാനും കടൽ കൊള്ളക്കാരോടൊപ്പം നിധി വേട്ടയ്ക്കിറങ്ങി. ഞങ്ങളെല്ലാവരും തീരത്തു നടന്നു. തണ്ടുവച്ച 2 വഞ്ചികൾ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഉദിഷ്ട സ്ഥലത്തേക്ക് അവർ വഞ്ചി വലിച്ചു. ഭൂപടപ്രകാരം നിധി പരിശോധനയുടെ തുടക്കം ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ നിന്നായിരുന്നു. ഫ്ലിന്റിന്റെ വലിയ മരം നമുക്ക് കണ്ടെത്തണം. ഫ്ലിന്റിന്റെ പേര് കേട്ടതോടെ ഫ്ലിന്റിനെയും അയാളുടെ കൊള്ളയെയും പറ്റിയുള്ള സംസാരം കൊള്ളക്കാർക്കിടയിൽ മർമ്മരം പോലെ ഉയർന്നു. ദയവെന്ന വികാരം ഒട്ടുമില്ലാത്ത ആ കൊലയാളികളുടെ സംഘത്തിലാണ് ഞാനെന്ന് അതോടെ എനിക്ക് മനസ്സിലായി. മിക്കവാറും എല്ലാവരും തന്നെ ഫ്ലിന്റിന്റെ കപ്പൽ ജോലിക്കാരായിരുന്നു. അവർ യാതൊരു മടിയുമില്ലാതെ കൊള്ളയും കൊലയും നടത്തി രസിക്കുന്നവരാണ്. ഞങ്ങളുടെ വഞ്ചികൾ പെട്ടെന്ന് തന്നെ ദ്വീപിന്റെ ഓരത്ത് പീഠഭൂമിയുടെ തീരത്ത് എത്തുകയും ഞങ്ങൾ മരം കണ്ടെത്താനായി നടന്നു നീങ്ങുകയും ചെയ്തു. നടന്നു കയറാൻ തുടങ്ങിയതോടെ യാത്ര കൂടുതൽ ദുഷ്കരമായി. യാത്ര പുരോഗമിക്കവേ ഞങ്ങളൊരു അസ്ഥികുടം കണ്ടു. അത് കീറിപ്പറഞ്ഞ പഴന്തുണി കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു. വിലക്ഷണമായ തരത്തിൽ പല്ലിളിക്കുന്ന മുഖഭാവം ആയിരുന്നു അതിന്. അത് കാണെ ഞങ്ങളുടെ നട്ടലിൽ നിന്നൊരു വിറ ശരീരമാകെ പാഞ്ഞു കയറി. അല്പം കഴിഞ്ഞപ്പോൾ അവർ ഫ്ലിന്റിനെപ്പറ്റി വീണ്ടും പറയാൻ തുടങ്ങി. ഫ്ലിന്റ് നേരത്തെ ചത്തുപോയത് നന്നായി, ഡിക്ക് പറഞ്ഞു. അല്ലെങ്കിൽ കൂട്ടുകാരായ 6 പേരെ കൊന്നതുപോലെ അയാൾ നമ്മളെയും കൊന്നേനെ. അയാൾക്ക് ചുറ്റും ഒരു ദൂഷിത വലയമുണ്ട്. ഇഷ്ടപ്പെട്ടവരെ പോലും അയാൾ കൊല്ലും. ഫ്ലിന്റിനെക്കുറിച്ചുള്ള ഭയം അവരുടെ മേൽ അത്രയേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മൗനത്തിലേക്ക് ആണ്ടുപോയി. ഭയാശങ്കകൾ ഉഴറുന്ന ഈ അവസ്ഥയിലാണ് ആരോ ഞങ്ങളെ പിന്തുടരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്. ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 20 വാര അകലെയായി ദ്രുതഗതിയിലുള്ള പാദപതനം മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞത്. ശബ്ദം വരുന്ന ദിക്കിലേക്ക് എല്ലാവരും നോക്കി. പക്ഷേ കുറ്റിക്കാടുകൾക്കിടയിൽ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഭയജനകമായ ശബ്ദത്തിൽ
പരിചിതമായ ആ ഗാനം അവിടെ നിറഞ്ഞു നിന്ന നിശബ്ദതയെ ഭജിച്ചു. 15 മനുഷ്യർ, ചത്ത മനുഷ്യന്റെ സഞ്ചിയിൽ ഹോയ് ഹോയ് ഹോയ്, പിന്നൊരു കുപ്പി മദ്യവും. പേടികൊണ്ട് എല്ലാവരും ഉറഞ്ഞുപോയി. ആരെയെങ്കിലും കൊല്ലണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമ്പോൾ ആ പാട്ട് പാടുന്നത് ഫ്ലിൻറ്റിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ഭയജനകമായ ആ ശബ്ദം വീണ്ടും കേട്ടു. ഡാർബി മഗ്രോ, ഡാർബി മഗ്രോ, എനിക്ക് കുറച്ച് മദ്യം കൊണ്ടുവരൂ, എനിക്ക് കുറച്ച് മദ്യം കൊണ്ടുവരൂ. അതായിരുന്നു ഫ്ലിൻറ്റിൻ്റെ അവസാന വാക്കുകൾ. മോർഗൻ വിതുമ്പി. ഫ്ലിൻറ്റ് ഇവിടെയുണ്ട്. ഡിക്ക് അത് പറഞ്ഞ് കീശയിൽ നിന്നൊരു ബൈബിൾ എടുത്ത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. പരിഭ്രമിക്കേണ്ട കൂട്ടരെ, സിൽവർ അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ ആ ശബ്ദത്തിലെ വിറയൽ അവരെല്ലാവരും ശ്രദ്ധിച്ചു. നമുക്ക് മടങ്ങിപ്പോവാം സിൽവർ, അല്ലെങ്കിൽ ഫ്ലിൻറ്റിൻ്റെ പ്രേതം നമ്മെ തകർത്ത് കളയും, ഒരു കൊള്ളക്കാരൻ പറഞ്ഞു. ഞാൻ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നില്ല. തന്നെയുമല്ല, ഞാനൊരു മനുഷ്യനാലോ പിശാചിനാലോ പരാജയപ്പെടില്ല. ഫ്ലിൻറ്റ് ജീവിച്ചിരുന്നപ്പോൾ പോലും ഞാൻ അയാളെ പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ ഇപ്പോൾ. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും എല്ലാവരും ധൈര്യം നഷ്ടപ്പെട്ട് കാറ്റുപോയ ബലൂൺ പോലെയായി. ഞാൻ ആ ശബ്ദം കേട്ടിട്ടുണ്ട്. അത് ഫ്ലിൻറ്റിൻ്റേതല്ല, മറ്റാരുടെയെ പോലെ തോന്നുന്നു. ആത്മാക്കൾക്ക് വിചിത്രമായ ശബ്ദങ്ങളുണ്ട്, ഡിക്ക് പറഞ്ഞു. പെടുന്നവയെ പൊട്ടിത്തെറിക്കും പോലെ സിൽവർ ഒരു ചിരി ചിരിച്ചു. അതെല്ലാവരെയും ഞെട്ടിച്ചു. അയാൾക്ക് സമനില തെറ്റിയെന്ന് പോലും തോന്നി. അത് ബെൽഗണിൻ്റെ ശബ്ദമാണ്, സിൽവർ അലറി വിളിച്ചു. ബെൻ, ഇവിടുന്ന് പ്രത്യക്ഷപ്പെടൂ, കൊള്ളക്കാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. ഒരു ഉത്തരവും ഉണ്ടായില്ല. അലറി ചിരിച്ചുകൊണ്ട് സിൽവർ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ആ കൊച്ചു തെമ്മാടി ഓടിക്കളഞ്ഞുവെന്ന്. ശരി, വാ നമുക്ക് പോകാം. ആ ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവർ നിധിവേട്ട പുനരാരംഭിച്ചു. അവരുടെ വഴിയിൽ 3 വലിയ മരങ്ങളുണ്ടായിരുന്നു. ഉയരം കൂടിയ ആദ്യത്തെ മരവും രണ്ടാമത്തെ മരവും അവർ പിന്നിട്ടു. തുടർന്ന് ഏറ്റവും ഉയരമുള്ളതും വലുതുമായ 3-ാമത്തെ മരത്തിനരികിലെത്തി. ആ മരത്തിന് ചുവട്ടിൽ നിന്നും ഏതാണ്ട് 10 അടി ദൂരത്ത് നടപ്പാതയിൽ ഞങ്ങളുടെ ചലനശേഷി ഇല്ലാതാക്കിയ ആ കാഴ്ച ഞങ്ങൾ കണ്ടു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിധി കുഴിച്ചിട്ടിരുന്ന സ്ഥാനം. പക്ഷേ ആ സ്ഥലത്ത് ഖനനം നടത്തിയതിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവരുടെ ഉത്സാഹം തണുത്തുറഞ്ഞുപോയി. നിധി ആരോ കുഴിച്ചെടുത്തിരിക്കുന്നു. നിധി എവിടെ? ഒരു കൊള്ളക്കാരൻ അലറി. എല്ലാം പോയി, കൊള്ളക്കാർ ഒരേപോലെ നിലവിളിച്ചു. നിരാശ കൊണ്ട് അവർ ഭ്രമിച്ചുപോയി. ഭ്രാന്തന്മാരെ പോലെ അവർ അവിടെ കുഴിക്കാൻ തുടങ്ങി. നിധി കണ്ടു കിട്ടുന്നതിന് പകരം ക്ഷീണിച്ചു പോയവർ കിതച്ചുകൊണ്ട് തറയിലേക്ക് വീണു. സിൽവർ ആകട്ടെ ഒരു കോണിൽ ചിന്തകളിൽ ലയിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് നിന്ന ഞാനും നിധി നഷ്ടപ്പെട്ടതിൽ അത്യന്തം അത്ഭുതപ്പെട്ടു. അല്പസമയത്തിനു ശേഷം സിൽവർ പതുക്കെ പറഞ്ഞു, ഒന്നിനും പറ്റാത്ത സ്ഥിതിയിലായിപ്പോയല്ലോ. ഞാനാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദി എന്ന് എൻ്റെ ആളുകൾ തീർച്ചയായും കരുതും. ആദ്യം ജോർജ് മെറി എഴുന്നേറ്റ് സിൽവറിന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് തങ്ങളെ ഈ അഭിശപ്തമായ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിന് അയാളെ പഴിച്ചു. മറ്റുള്ളവർ അയാൾക്ക് പിന്നിൽ നിന്ന് സിൽവറിനെ ചീത്ത പറയാൻ തുടങ്ങി. സിൽവർ കോപം കൊണ്ട് വിറച്ച് ഉച്ചത്തിൽ അലറി വിളിച്ചു. അയാൾ പറഞ്ഞു, മതി മതി, അത്രയും മതി. നിങ്ങളെല്ലാവരും സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് എന്നെ പിന്തുടർന്നത്. ഞാൻ ആർക്കും ഒരു വാക്കും നൽകിയിട്ടില്ല. നിങ്ങളെല്ലാവരും ഈ കപ്പലിലെ ജോലിക്കാരാവാൻ അന്യോന്യം മത്സരിക്കുകയായിരുന്നുവല്ലോ. അതുകൊണ്ട് ഈ പരാജയത്തിന് എനിക്ക് ഒരു ഉത്തരവാദിത്വവും എടുക്കാൻ പറ്റില്ല. തുടർന്ന് അവിടെ വലിയൊരു ലഹള നടന്നു. മറ്റു കടൽക്കൊള്ളക്കാർ തോക്കെടുത്ത് സിൽവറിനെയും എന്നെയും ഉന്നം വെച്ചു. ഈ പയ്യനും ചാകണം, ജോർജ് മെറി പറഞ്ഞു. അവനും ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അവസാനമായി എന്നെനിക്ക് തോന്നി. സ്വർഗസ്ഥനായ ദൈവത്തോട് ജീവൻ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഗുഡ് ബൈ ക്യാപ്റ്റൻ, ഗുഡ് ബൈ ജിം. മെറി ജോർജ് ഇത് പറഞ്ഞപ്പോൾ കൊള്ളക്കാർ ഞങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടി. ഈ വിജനദ്വീപിൽ വെച്ച് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമേ, ഈ ഒരു പ്രാവശ്യം കൂടി എന്നെ രക്ഷിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കവേ പെടുന്നനെ വെടിയൊച്ചകൾ കേട്ടു. വെടിയുണ്ടകൾ നേരിടാനാവാതെ എൻ്റെ കണ്ണുകൾ പൂട്ടി. പക്ഷേ ഞാൻ കേട്ടതൊക്കെ വീഴുന്ന മനുഷ്യരുടെ നിലവിളികളും മറ്റു ശബ്ദങ്ങളുമായിരുന്നു. 2 പേർ മുഖം അടിച്ചു വീണു. ബാക്കിയുള്ള 3 പേരാകട്ടെ അവർക്ക് കഴിയാവുന്ന വേഗത്തിൽ അവിടെ നിന്നും പാഞ്ഞുപോയി. ഞാനാകെ സംഭ്രമത്തിലായി. ഒരു നിമിഷം കഴിഞ്ഞാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത്. ഡോക്ടർ ലിവ്സിയും ഗ്രേയും ബെൻഗണും കൈകളിൽ പുകയുന്ന തോക്കുമായി എൻ്റെ നേരെ വരുന്നത് ഞാൻ കണ്ടു. അതുപോലെ ഞാൻ മറ്റൊരിക്കലും സന്തോഷിച്ചിട്ടില്ല. സന്തോഷം കൊണ്ട് ഭ്രാന്തി പിടിച്ചതുപോലെ ഞാൻ നൃത്തം ചെയ്തു. നമുക്കൊട്ടും സമയം കളയാനില്ല. ഓടിപ്പോയ ആ 3 കൊള്ളക്കാർ വഞ്ചിക്കരയിൽ എത്തും മുമ്പ് നമുക്ക് അവിടെ എത്തിയിരിക്കണം, ഡോക്ടർ ലിവ്സി പറഞ്ഞു. ബെൻഗണിന് ഒരു കുറുക്കുവഴി അറിയാമായിരുന്നു. ഞങ്ങളുടെ സംഘം അയാളെ പിന്തുടർന്നു. പെട്ടെന്ന് തന്നെ വഞ്ചി കിടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു.
ഒരു വഞ്ചി തകർത്തതിനു ശേഷം ഞങ്ങൾ മറ്റേ വഞ്ചിയിൽ കയറി തുഴഞ്ഞുപോയി. സിൽവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുവരെ നിശബ്ദനായിരുന്ന സിൽവർ ഡോക്ടർ ലിഫ്സിയുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, നിധി മറ്റാരോ തട്ടിയെടുത്തിരുന്നുവെന്ന് താങ്കൾക്കറിയാമായിരുന്നോ? നിധിയുടെ ഭൂപടം എനിക്ക് തന്നതിൻ്റെ കാരണം അതാണോ? ഡോക്ടർ താനും ബെൻഗണുമായി നടന്ന കൂടിക്കാഴ്ചയെപ്പറ്റി എന്നോടും അയാളോടും പറഞ്ഞു. ബെന്നിൽ നിന്ന് ഞാൻ നിധിയെപ്പറ്റി അറിഞ്ഞു. ആ ദ്വീപിൽ തന്നെയുള്ള മറ്റൊരു മലയിലെ ഗുഹയിലേക്ക് നിധി മാറ്റിയെന്നും മറ്റുമുള്ള കാര്യങ്ങൾ. തുടർന്ന് ഞങ്ങൾ ബെന്നിൻ്റെ ഗുഹയിലേക്ക് താമസം മാറ്റി. ബെന്നിൻ്റെ സഹായത്തോടെ ഞങ്ങൾ കടൽ കൊള്ളക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു. ഡോക്ടർ അതിസമർത്ഥൻ തന്നെ, സിൽവർ സമ്മതിച്ചു. അതിനുശേഷം ഞങ്ങൾ വിശ്രമിക്കാനായി ബെന്നിൻ്റെ ഗുഹയിലേക്ക് പോയി. ഡോക്ടർ ലിഫ്സി എന്നെ ഗുഹയുടെ അന്തർഭാഗത്തേക്ക് കൊണ്ടുപോയി. നിധി കാണിച്ചു തന്നു. നിധി മുഴുവൻ ഭംഗിയായി അവിടെ കൂമ്പാരം കൂട്ടിയിരുന്നു. ബെൻഗണും ക്യാപ്റ്റൻ സ്മോളറ്റും ഞാനും കൂടെ കപ്പൽ വീണ്ടെടുക്കാനും അത് ബെൻഗണിൻ്റെ ഗുഹയോടടുത്തുള്ള ഒരു മുനമ്പിലേക്ക് കൊണ്ടുവരാനുമായി പോയി. ഞാൻ വിട്ടിട്ടു പോന്നതുപോലെ കപ്പൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു തന്നെ കിടക്കുന്നു. 2-3 ദിവസം ഞങ്ങൾ തീരത്ത് തന്നെ കഴിഞ്ഞുകൂടി. 3-ാം ദിവസം വേലിയേറ്റമുണ്ടായി. വീണ്ടും കപ്പൽ യാത്ര ആരംഭിച്ചു. ഞങ്ങളെല്ലാം കപ്പലിൽ കയറി. ക്യാപ്റ്റൻ്റെ നിർദ്ദേശമനുസരിച്ച് ബെൻഗണിൻ്റെ ഗുഹയ്ക്കടുത്തേക്ക് കപ്പൽ തിരിച്ചു. നിധി ഗുഹയിൽ നിന്ന് കപ്പലിലേക്ക് മാറ്റാൻ ഏതാണ്ട് 2 ദിവസം മുഴുവൻ വേണ്ടി വന്നു. നിധി മുഴുവൻ കപ്പലിൽ ആയിക്കഴിഞ്ഞിട്ട് നാട്ടിലെത്തുന്നതുവരെ ഉപയോഗിക്കാനായി ഞങ്ങൾ ബെൻഗണിൻ്റെ ഗുഹയിൽ നിന്നും ഉപ്പിട്ട ആട്ടിറച്ചിയും ധാരാളം കുടിവെള്ളവും എടുത്തു. എല്ലാ തയ്യാറെടുപ്പുകളും ശരിയായി നടത്തിയ ശേഷം അവസാനം ഞങ്ങൾ നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ഈ മഹാസാഹസിക സംരംഭത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്കൊരു അവിശ്വസനീയമായ അനുഭവമായിരുന്നു. സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും ഒരു സൗഹൃദ ദ്വീപിൽ ഞങ്ങളെത്തി. അവിടെ നങ്കൂരമിട്ട് അവരുടെ സഹായം തേടി. സിൽവർ 300-400 ഗീനി പഴയ സ്വർണ്ണ നാണയം, വിലമതിക്കുന്ന നാണയങ്ങളുടെ ഒരു ചാക്കുമായി രക്ഷപ്പെട്ടുവെന്ന് കപ്പൽ തട്ടിൽ ഏകനായി നിന്ന ബെൻഗൺ ആർത്തു. ഒരു ദുഷ്ടനെ അത്ര നിസാരമായി ഒഴിവാക്കാൻ കഴിഞ്ഞുവെന്നുള്ളത് ഞങ്ങൾക്കൊരു നല്ല വാർത്തയായിരുന്നു. എല്ലാവരും നിധി ഭാഗിച്ചെടുത്തു. കുറേ പേർ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. മറ്റു ചിലരാകട്ടെ വിവേകശൂന്യമായും. ക്യാപ്റ്റൻ സ്മോളറ്റ് തൻ്റെ കടൽ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങി. ഗ്രേ ആകട്ടെ വലിയ ഐശ്വര്യകാംക്ഷിയായി. തൊഴിൽ പഠിച്ച് അന്യൻ്റെ കണ്ണിലെ കരടായി. പിന്നെ ഒരു വലിയ കപ്പലിൻ്റെ പങ്കുടമസ്ഥനായി. തുടർന്ന് അയാൾ വിവാഹം കഴിച്ച് സ്വസ്ഥമായി. ബെൻഗൺ എല്ലാ പണവും 3 ആഴ്ച കൊണ്ട് ചെലവഴിച്ച് വീണ്ടും യാചകനായി. എന്നാൽ ഈ പ്രാവശ്യം ഏകനായി നിരാധാരനായി തള്ളപ്പെട്ടില്ല. അയാൾക്കൊരു ലോഡ്ജിൻ്റെ ഉത്തരവാദിത്തം ലഭിച്ചു. നിധിയുടെ ശേഷിച്ച ഭാഗം ഫ്ലിൻറ്റ് കുഴിച്ചിട്ട സ്ഥലത്ത് തന്നെ ഇപ്പോഴും കിടക്കുന്നു. എങ്കിലും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഇപ്പോഴും കേൾക്കുന്നു, 8 ഭാഗങ്ങൾ 8 ഭാഗങ്ങൾ.